കൂട്ടുകാരെ, മാലയോഗത്തിൻ്റെ 55-ാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം. ഒരു ശക്തിക്കും തന്നെ വിട്ടുകൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് വിഘ്നേഷ് ഉണ്ണിമായയെ സ്നേഹിക്കുന്നു. അനശ്വരമായ ഈ പ്രണയദീപം ഒരിക്കലും അണയരുതേ എന്ന് ഈശ്വരന്മാരോട് പ്രാർത്ഥിക്കുന്നു. ഇടറുന്ന സ്വരത്തിൽ അവൻ പറയുമ്പോൾ അവളുടെ നെറുകയിൽ അവൻ താടകൊണ്ട് പതിയെ ഒഴിഞ്ഞിരുന്നു. തല ഉയർത്തി അവനിൽ നിന്ന് അടർന്നു മാറാൻ മനസ്സ് വെമ്പൽ കൊണ്ടെങ്കിലും ദേഹം ആ കുളിർമയിൽ അങ്ങനെ അലിഞ്ഞു നിന്നു. ഉണ്ണിമായ ഇപ്പോഴും ഒരു സ്വപ്നലോകത്താണ്. വിഘ്നേഷ് അവൻ്റെ മുറിയിൽ കിടക്കാൻ പറഞ്ഞ ദിവസം തൊട്ട് അവളിൽ ആശങ്കകളും അസ്വസ്ഥതകളും മാത്രമാണ്. സ്വപ്നം കാണാൻ അനുവദിക്കാതെ അവളെ ഭയപ്പെടുത്തി ഇരുട്ടിലേക്ക് തള്ളിവിടുന്ന അന്ധത. അവളുടെ തോളിലേക്ക് ഒന്ന് ഇഴകിച്ചേർന്നു നിന്നവനും പിറകിൽ വിടർത്തിയിട്ട ആ മുടി ഒന്ന് ഒതുക്കി. പിറകിലെ കഴുത്തിൽ മൃദുവായി ചുംബിച്ചതും അവളുടെ ദേഹം ഒന്നാകെ പുളകം കൊണ്ടു. മേശപ്പുറത്തിരിക്കുന്ന വിഘ്നേഷിൻ്റെ ഫോൺ റിങ് ചെയ്തതും ഞെട്ടലോടെ ഉണ്ണിമായ അവനിൽ നിന്നും പിറകിലേക്ക് നീങ്ങി. വേഗത്തിലുള്ള ആ നീക്കം കാരണം അവൾ ഭിത്തിയിൽ പോയി ഇടിച്ചു നിന്നു. വിടർന്ന മിഴികളോടെ അവനെ തന്നെ നോക്കിയപ്പോൾ കണ്ടു അവൻ്റെ നെറ്റിയിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന വിയർപ്പ് തുള്ളികൾ. അവളുടെ ആ പരുങ്ങിയ നിൽപ്പിനെ മിഴികൾ കൊണ്ടൊന്ന് ഒപ്പിയെടുത്തു വിഘ്നേഷ് റിങ് ചെയ്യുന്ന ഫോൺ എടുക്കാൻ പോയി. അജ്ഞാത നമ്പർ ആണെന്ന് മനസ്സിലായതും റിങ് തീരും മുമ്പേ വിഘ്നേഷ് ആ ഫോൺ എടുത്തു. ഹലോ. തൊട്ടു മുമ്പ് സംഭവിച്ച കാര്യങ്ങളുടെ ഞെട്ടൽ ഇപ്പോഴും അവൻ്റെ ഉള്ളിലുണ്ട്. എന്തുവാടേ പട്ടരെ, ഉറങ്ങാതെ എന്നാ പരിപാടിയാ? പെണ്ണും പിള്ളയെ സ്നേഹിച്ച് സെറ്റപ്പാക്കിയോ? കുഴഞ്ഞ നാവുകൊണ്ട് ഒട്ടും പതർച്ചയില്ലാതെ പറയുന്ന ടോണിയുടെ ശബ്ദം ആ മുറിയിൽ അലയടിച്ചു. അത് ഉണ്ണിമായും കേട്ടെന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്നും മനസ്സിലായതും ചെവിയിൽ നിന്നും ഫോൺ എടുക്കാതെ അവൻ വേഗം മുറി വിട്ടിറങ്ങി. അവനൊരു വാപോയ കോടാലിയാ. അടുത്തത് എന്താകും വായിൽ കൂടെ പോകുക എന്നറിയില്ല. പ്രത്യേകിച്ച് മദ്യം ഉള്ളിൽ ചെന്ന് കിടപ്പാണെങ്കിൽ പിന്നെ പറയും വേണ്ട. എടാ നസ്രാണി, നീ ഇങ്ങനെ കള്ളും മടിച്ച് പാറപ്പുറത്ത് മലർന്നു കിടന്ന് ഓരോന്നും വായി തോന്നിയത് വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ. വീടിൻ്റെ ടെറസിലേക്ക് ഇറങ്ങിച്ചെന്ന് വിഘ്നേഷ് ഉച്ചത്തിൽ പറഞ്ഞു. അവൻ പറയുന്നത് കേട്ട് ഒരു നിമിഷം ഞെട്ടിപ്പോയ ടോണി ഫോൺ എടുത്ത് അവൻ വിളിച്ച നമ്പർ മാറിപ്പോയോ എന്ന് നോക്കി. എന്താടാ, നിന്റെ നാക്കിറങ്ങിപ്പോയോ? നീ ഉരിയാട്. മറുഭാഗം മൗനമാണെന്ന് മനസ്സിലായതും വിഘ്നേഷ് അവനെ വെല്ലുവിളിച്ചു. നീ ആള് കൊള്ളാലോ. ഇവിടെ വന്നപ്പോൾ പൂച്ചയെ പോലെ പരുങ്ങി നിന്നിട്ട് ഇപ്പം അവൻ്റെ മാളത്തിലെത്തിയപ്പോൾ അവൻ പുലി. ചിലക്കാതെ ഞാൻ ചോദിച്ച കാര്യം പറയടാ ചെക്ക. ടോണി ആക്കിയ ചിരിയോടെ ചെവിക്കുള്ളിലേക്ക് വിരലിട്ടൊന്ന് തിരുമ്മി. സത്യം പറയാലോ ടോണി, എനിക്ക് ജീവിക്കാൻ കൊതിയാവുന്നടാ. ഈ ലോകത്തിന് ഇത്ര ഭംഗിയുണ്ടെന്ന് എനിക്ക് മുൻപൊന്നും തോന്നിയിട്ടില്ല. ഇരുൾ വീണ എൻ്റെ മുൻപിലേക്ക് ഒരു വെളിച്ചം കാണിച്ചു തന്നത് നീയാ ടോണി. വിഘ്നേഷ് ഒരിക്കലും അത് മറക്കില്ല. അവസാന വാചകം പറയുമ്പോൾ അവൻ്റെ നിറഞ്ഞു തുടങ്ങിയ മിഴികൾ വിരൽ കൊണ്ട് ഒപ്പി. താനെ പുരാണ സാഹിത്യം നിർത്തിയിട്ട് പെണ്ണിനെയും കൂട്ടി അടിവാരം കയറി വാടാ ചെറുക്കാ. ടോണി ഒന്ന് തല കുടഞ്ഞു. അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ഞങ്ങൾ വരാം. വിഘ്നേഷ് ഉണ്ണിമായ അവിടെ എങ്ങാനും വന്ന് നിൽക്കുന്നുണ്ടോ എന്ന ശങ്കയിൽ പിറകിലേക്കൊന്ന് നോക്കി പുഞ്ചിരിച്ചു. അമ്മച്ചിയുടെ കൈകൊണ്ടുണ്ടാക്കിയ നല്ല സ്വയംപൻ സാമ്പാറും സദ്യയും പൊളിക്കും. ടോണി ചുണ്ടൊന്ന് കടിച്ചു. അതെന്താടാ, അവിടത്തെ കാട്ടുപോത്തിറച്ചി വരട്ടിയതും താറാവ് കറിയും കഴിച്ചാൽ എന്താ പ്രശ്നം? ഞങ്ങൾക്ക് ദഹിക്കില്ല എന്നുണ്ടോ? വിഘ്നേഷ് ചൊടിയോടെ ചുണ്ടൊന്നു കൂട്ടി. അത് നിങ്ങൾക്ക് നിക്ഷിപ്തമല്ലേ. ചില പ്രത്യേക സാഹചര്യത്തിൽ ആവാന്നേ. വിഘ്നേഷ് ശബ്ദം ഒതുക്കി പറഞ്ഞു. എന്നാ പൊളിച്ചു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. വെക്കട്ടടാ മാക്രി. ഇഷ്ടത്തോടെ പല്ലൊന്ന് കടിച്ച് ടോണി കോൾ വെച്ചു. വിഘ്നേഷ് ടെറസിൽ നിന്ന് എഴുന്നേറ്റ് മുറിയിലേക്ക് നടക്കുമ്പോൾ മനസ്സാകെ പരിഭ്രാന്തിയിലായിരുന്നു. ദേഷ്യം കൊണ്ട് അവളെങ്ങാനും മുറിയിൽ നിന്ന് ഇറങ്ങി അടുത്ത മുറിയിൽ തന്നെ പോയി കിടന്നാൽ ഇനി എല്ലാം ഒന്നിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടി വരും. ഉണ്ണിമായെ കെട്ടിപ്പിടിച്ചത്, ഉമ്മ വെച്ചത് എല്ലാം മോശം പ്രവൃത്തിയായി പോയി വിക്കി. നീ കുറച്ചുകൂടെ ചിന്തിക്കണമായിരുന്നു. അതോ നിൻ്റെ ഉള്ളിൽ അവൾ നിൻ്റെ അടിമ ആണെന്നൊരു ചിന്ത ഉണ്ടോ? ഓരോന്ന് പറഞ്ഞും ചോദിച്ചും മനസാക്ഷി കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. വിഘ്നേഷ് മുറിയിൽ വന്നപ്പോൾ കണ്ട കാഴ്ച ഭിത്തിയോട് ചേർന്ന് ഒതുങ്ങിക്കിടക്കുന്ന ഉണ്ണിമായയായിരുന്നു. അതോടെ എല്ലാ ആദിക്കും വിരാമമായി. ലൈറ്റ് ഓഫ് ചെയ്തു അവൻ ശബ്ദമുണ്ടാക്കാതെ അവളുടെ അരികിലേക്ക് കിടന്നു. ഇപ്പോൾ തള്ളി നീക്കി നഷ്ടപ്പെടുന്ന
നഷ്ടപ്പെടുത്തുന്ന ഈ രാത്രികൾ വരും നാളുകളിൽ അതിമനോഹരമായ രാത്രികളായി മാറുമെന്ന ശുഭപ്രതീക്ഷയോടെ വിഘ്നേഷ് മിഴികൾ അടച്ചു. തൊട്ടടുത്ത് കിടക്കുന്നവൾ വാർന്നൊലിക്കുന്ന മിഴികൾ തുടച്ചുകൊണ്ടേയിരുന്നു. ഒരു സാന്ത്വനം, അതിനേക്കാൾ ലോലമായ ഒരു സ്പർശം അവളും ആ നിമിഷം ആഗ്രഹിച്ചിരുന്നു. മുകളിലെ മുറിയിലെ ഓരോ വസ്തുക്കളും കയ്യിലെടുത്ത് ഗോവണിക്ക് താഴേക്കിറങ്ങി ഭരതൻ വടക്കേ മുറിയിൽ കൊണ്ടുവച്ചു. എന്താ മാഷെ പരിപാടി, കുറച്ച് നേരം വെച്ച് തുടങ്ങിയതാണല്ലോ. എഴിയിൽ കൈകൊത്തി ഈ കാഴ്ചകളൊക്കെയും അമർഷത്തോടെ വീക്ഷിക്കുകയാണ് കവിത. ഇനി മുതലേ ഇതാണ് നമ്മുടെ മുറി എന്നും ഇങ്ങനെ പടികൾ കയറണ്ട. ഭരതൻ കവിതയുടെ വസ്ത്രങ്ങൾ മടക്കി അലമാരയിലേക്ക് വെച്ചു. അതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എളിയിൽ കുത്തിവെച്ച കൈ എടുത്തു അവൾ ഭരതനെ സഹായിക്കാൻ പോയി. അതൊക്കെ ഞാൻ എടുത്തു വെച്ചോളാം, നീ ചുമ്മാ അവിടെ ഇരുന്നാൽ മതി. ഭരതൻ അവൾ കയ്യിലെടുത്ത തുണികൾ പിടിച്ചു വാങ്ങി ബെഡിൻ്റെ അരികിലിരുത്തി. കവിതയ്ക്ക് വിശേഷമുണ്ടെന്ന് അറിഞ്ഞത് തൊട്ട് ഇതാണ് അവസ്ഥ. സുചിത്ര വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് ഭരതൻ വിട്ടില്ല. ചില ദിവസങ്ങളിൽ അവൻ സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് ലീവ് എടുത്തു വന്ന് അവൾക്ക് കൂട്ടിരിക്കും. 5 മാസം വരെ നല്ല ശ്രദ്ധ വേണം. ദേഹം അനങ്ങുന്ന ജോലിയൊന്നും എടുത്തൂടാ. ഡോക്ടർ പറഞ്ഞത് നീയും കേട്ടതല്ലേ? ഭരതൻ അവളെ ശാസിക്കും കണക്കെ പറഞ്ഞു. ഈ ദേഹം അനങ്ങുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഉൾപ്പെടും? അവൾ പുരികം ഒന്ന് ഉയർത്തി ശൃംഗാരഭാവത്തോടെ പറഞ്ഞു. അവൻ ചൂളിയ മുഖത്തോടെ തല താഴ്ത്തി പിന്നെ അവളെ നോക്കി ഒന്ന് കൊഞ്ഞനം കുത്തി. അടുക്കള ജോലിക്ക് ആരെങ്കിലും വിളിക്കാം. ഏട്ടത്തിയുടെ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നാലും ജോലിക്കാരി വന്നോട്ടെ. അവൻ പറയുന്നത് ഗൗരവമായിട്ടാണെങ്കിലും കവിതക്കതെല്ലാം നിസ്സാരമെന്ന മട്ടാണ്. എൻ്റെ ഭരതേട്ടാ, ചിറയേടത്തെ ശാരി ചേച്ചി 3 പ്രസവിച്ചു. അപ്പുറത്തെ വീട്ടിലെ ശ്രീധരേട്ടൻ്റെ ഭാര്യ 4. അതും പറമ്പിലെ ജോലിക്കും പോയിട്ട് ആ പാവങ്ങൾ കഴിഞ്ഞത്. ഈ പരിഷ്കാരങ്ങളും ശുശ്രൂഷയൊക്കെ ഉണ്ടായിട്ടാണോ അവർ പ്രസവിച്ചത്? അവൾ അലസമായി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞിരുന്നു. മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എനിക്ക് എൻ്റെ ഭാര്യയെ പൊന്നുപോലെ നോക്കണം. ഭരതൻ പറയുകയും ആ വയറിലൊരു ഉമ്മ വയ്ക്കുകയും ചെയ്തു. സുബ്ബലക്ഷ്മി രാവിലെ തുടങ്ങിയ ഒരുക്കമാണ്. കുറേ നാളുകൾക്ക് ശേഷം സ്വന്തം ജന്മദേശത്തേക്ക് പോകുന്ന സന്തോഷത്തിലാണ് പുള്ളിക്കാരി. എല്ലാവരുടെയും സഹായം തിരസ്കരിച്ചു സുബ്ബലക്ഷ്മി തന്നെയാണ് വസ്ത്രങ്ങൾ പെട്ടിയിൽ അടുക്കി വെക്കുന്നത്. കൊണ്ടുപോകാനുള്ള ഡ്രസ്സുകൾ അയൺ ചെയ്ത് അടുക്കി വെച്ച അട്ടികൾ കയ്യിലെടുത്ത് ഉണ്ണിമായ മുറിയിലേക്ക് കയറി വന്നു. ബെഡിൽ തുറന്നു വെച്ച ട്രോളിയിലേക്ക് അവൾ ആ വസ്ത്രങ്ങൾ അടുക്കി വെച്ചു. കുളിച്ചു തല തോർത്തി വിഘ്നേഷ് വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. ഒരു ടർക്കി മാത്രമാണ് അവൻ ഉടുത്തിട്ടുള്ളത്. അതേ നിറത്തിലുള്ള മറ്റൊരു ടർക്കി കൊണ്ട് അവൻ തല തോർത്തുന്നുണ്ട്. ഈ കാഴ്ച പതിവുള്ളത് കൊണ്ട് തന്നെ ഉണ്ണിമായ്ക്ക് അതിൽ ജാള്യതയൊന്നും തോന്നിയില്ല. അവൾ കുനിഞ്ഞു നിന്ന് അവളുടെ ജോലിയിൽ വ്യാപൃതയായി. കണ്ണാടിയിലൂടെ കാണുന്ന അവളുടെ പിന്നഴകിൽ വിഘ്നേഷിൻ്റെ മിഴികൾ ഉടക്കി. മുൻപ് മുഖത്തും ദേഹത്തും ഉണ്ടായിരുന്ന ക്ഷീണമൊക്കെ പോയി ദേഹം തുടുത്തു വന്നിട്ടുണ്ട്. ആ തുടിപ്പ് അവളുടെ ശരീരഭാഗങ്ങളിൽ പ്രകടമാണ്. തുണിക്കടയിൽ നിന്നും സാരി മാറുമ്പോൾ വിഘ്നേഷ് ഓർത്തതും അതായിരുന്നു. ഇപ്പോൾ ഓർത്തുകൊണ്ട് നിൽക്കുന്നതും അത് തന്നെ. ആശ്വാസത്തോടെ അവനൊന്ന് നിശ്വസിച്ചു. ആ നോട്ടം പിന്നെയും തുടർന്നു. എത്ര കണ്ടാലും കൊതി മാറാത്തൊരു മോഹം. പിറകിലൂടെ ചെന്ന് അവളുടെ ആ മൃദുലമായ വയറിൽ തലോടി വാരിപ്പുണരാൻ മനസ്സ് വല്ലാതെ മോഹിച്ചു. പക്ഷെ അത് സംഭവിച്ചാൽ പിന്നീട് ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ഈ യാത്രയുടെ സന്തോഷത്തെപ്പോലും കെടുത്തുമെന്നവൻ ഭയപ്പെട്ടു. കണ്ണാടിയിലൂടെയുള്ള വിഘ്നേഷിൻ്റെ അടിമുടി വീക്ഷണം ഉണ്ണിമായയും ഇടം കൺകോണിൽ കണ്ടിരുന്നു. പക്ഷെ അവളത് കണ്ട ഭാവം നടിച്ചില്ല. യാത്ര പോകുന്നതിന് മുന്നോടിയുള്ള ഒരുക്കത്തിൻ്റെ എല്ലാ ആവേശങ്ങളും ഉണ്ണിമായയിൽ കാണാമായിരുന്നു. സുബ്ബലക്ഷ്മിയുടെ നാടും അവിടെയുള്ള ബന്ധുക്കളെയുമൊക്കെ കാണാമല്ലോ എന്നോർക്കുമ്പോഴേ ഉള്ളിൽ സന്തോഷമൊക്കെ ഉണ്ട്. എന്നാലും ചെറിയൊരു ആശങ്കയും ഇല്ലാതില്ല. ഉണ്ണിമായ മുമ്പ് തിരുനെൽവേലി പോയിട്ടുണ്ടോ? ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടുന്നതിനിടെ അവൻ തിരക്കി. അവൾ ഇല്ലെന്ന് തലകൊണ്ടാട്ടി. ഓഹോ, കുറേ ദൂരം യാത്ര ചെയ്യാനുണ്ട്. തനിക്ക് പ്രശ്നമാവോടോ? വിഘ്നേഷിന് ആദിയായി. നാട്ടിലേക്കുള്ള അത്ര ദൂരമൊന്നും എനിക്ക് കുഴപ്പമില്ല. അവൾ പുഞ്ചിരിയോടെ പിന്നെയും എന്തൊക്കെയോ അടുക്കി ട്രോളിയിൽ വെക്കുന്നുണ്ട്.
തൻ്റെ കുന്നിമണി ഗ്രാമത്തിലേക്കുള്ള ദൂരമൊന്നുമല്ല. അതിന് രണ്ടിരട്ടി ദൂരവും സമയവും വേണം. വേണമെങ്കിൽ ഒരു നാരങ്ങ കരുതിക്കോ. അവൻ പറഞ്ഞതും അവളുടെ അവസ്ഥ നല്ലോണം അറിയാവുന്നത് കൊണ്ട് തന്നെ ഉണ്ണിമായ സമ്മതത്തോടെ തലയാട്ടി. സാർ, ഈ സാരി കല്യാണ ദിവസം ഉടുത്താൽ മതിയോ? വിഘ്നേഷ് എടുത്തു കൊടുത്ത ബ്രിക്ക് റെഡ് കാഞ്ചീപുരം സാരി കൈകളിൽ വെച്ചുകൊണ്ട് അവൾ തിരക്കി. ആ സാരിയിലേക്കൊന്ന് നോക്കി അവൻ്റെ മുഖം വിവർണമായി. ചോദിച്ചത് തെറ്റായിപ്പോയോ എന്ന ആദിയോടെ ഉണ്ണിമായുടെ നെഞ്ചിലൊരു കൊള്ളിയാൻ മിന്നി. എടോ, താനിങ്ങനെ സാറ് സാറെന്നും വിളിച്ചോണ്ടിരുന്നാൽ എങ്ങനെയാ ശരിയാവുക? ഇത് നമ്മുടെ ബാങ്കോ തിയേറ്ററോ അല്ല. ഞാൻ നിൻ്റെ സാറും. അവിടെ അമ്മയുടെ വീട്ടുകാരും നാട്ടുകാരൊക്കെ കാണും. താൻ അപ്പോഴും അവരുടെ മുമ്പിൽ വെച്ച് എന്നെ ചാർ ചാറെന്നും വിളിക്കുന്നവർ കേട്ടാൽ? എടോ, അവരൊക്കെ പഴയ മനസ്സും കൊണ്ട് നടക്കുന്നവരാ. അല്പം ഗൗരവത്തിൽ തന്നെ അവൻ പറഞ്ഞ് അവസാനിപ്പിച്ചു. മുൻപിൽ നിൽക്കുന്നവളുടെ മിഴികൾ നിറഞ്ഞൊഴുകുന്നുണ്ടെങ്കിലും അവൻ കല്ലുപോലെ ഉറച്ചു നിന്നു. ആ വിളി അവനിൽ അത്രയേറെ അരോചകമുണ്ടാക്കുന്നുണ്ട്. ഏട്ടാ എന്ന് വിളിപ്പിച്ചു പഠിപ്പിക്കാൻ പറ്റിയ അവസരമായി അവനത് കണ്ടു. ഉണ്ണിമായ മിഴിനീർ തുടച്ചുകൊണ്ടിരുന്നു. ദുഃഖം കൊണ്ട് ഇരു കവിളും തുടുത്തു. ട്രിപ്പ് പോകാനുള്ള മോഡൊക്കെ കെട്ടടങ്ങിയ മട്ടാണ്. എന്ത് കേട്ടാലും ഉടനെ അങ്ങോട്ട് മോങ്ങിത്തുടങ്ങുന്ന തൊട്ടാവടി. എടോ, ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കാതെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ഇങ്ങനെയുണ്ടോ പെൺപിള്ളേർ? വിഘ്നേശന് അതിശയമായി. എനിക്ക് മനസ്സിലായി, ഏട്ടാന്ന് വിളിച്ചോളാം. കരഞ്ഞു കലങ്ങിയ മിഴികൾ ഉയർത്താതെ അവൾ പറഞ്ഞതും വിഘ്നേഷ് നടുങ്ങിപ്പോയിരുന്നു. മുഖത്ത് നാണം നിയലിക്കുമോ എന്ന ഭയത്തിൽ അവൻ ഗൗരവം വിടാതെ ഒന്ന് മൂളി. അങ്ങനെ വിളിക്കുമെന്ന് ഉറപ്പൊന്നും തരാൻ പറ്റില്ല. സാറെന്ന് വിളിച്ച് പഴകിപ്പോയില്ലേ. ഇടയ്ക്ക് നാക്കിൽ സാറ് കയറി വരും. കണ്ണീർ അമർത്തി തുടച്ച് അവൾ കുസൃതിയോടെ പറഞ്ഞു. അതിന് വഴിയുണ്ട്. ഇവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്തോ. പറയുമ്പോൾ അവൻ അവളുടെ അരികിലേക്കൊന്ന് നീങ്ങിയിരുന്നു. വളരെ അവൻ വേഗം അവളുടെ തൊട്ടരികിൽ ഒരു ശ്വാസത്തിൻ്റെ വിടവ് പോലും ഇല്ലാതെ അത്രയും അരികിൽ അവൻ വന്നു നിന്നു. വിളിക്ക്, ഞാനൊന്ന് കേൾക്കട്ടെ. വിഘ്നേഷിൻ്റെ ശബ്ദം അത്രമേൽ നേർത്തു പോയിരുന്നു. വിളിക്കടോ. അവൻ്റെ ചോദ്യവും അത്രയും ദേഹത്തോട് ഒട്ടിയുള്ള ആ നിൽപ്പിലും ഉണ്ണിമായ നിന്ന് വിയർത്തു. അവൾ പതിയെ താഴ്ത്തിയ മുഖം ഉയർത്തിയതും ഇരുവരുടെ മൂക്കും തമ്മിൽ ഉരസിപ്പോയിരുന്നു. പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ ഈ നൃത്തം പുലരും വരെ തുടർന്നേക്കുമെന്ന് അവൾക്ക് തോന്നി. ഇന്നോളം ഉണ്ണിമായ കണ്ടിട്ടില്ലാത്ത അവൾക്ക് തീർത്തും അപരിചിതമായ അത്തരമൊരു ഭാവമായിരുന്നു വിഘ്നേഷിൽ അപ്പോൾ പ്രകടമായത്. അവളുടെ ഇരുതോളിൽ കൈകളിട്ട് ഉണ്ണിമായുടെ വിളി കാതോർത്ത് അവളുടെ മുഖത്ത് തന്നെ ആർക്കും പിടികിട്ടാത്ത ഒരു വഷളം ചിരിയോടെ ഉറ്റുനോക്കിക്കൊണ്ട് വിഘ്നേഷ് നിന്നു. ഏട്ടാ. ഇരുമിഴികൾ ചിമ്മി അവൾ വിളിച്ചു. ഒന്നൂടെ. അവൻ്റെ നെറ്റി അവളുടെ നെറ്റിമേൽ ഒന്ന് മുട്ടിച്ചുകൊണ്ടവൻ കീണു. വിക്കിയേട്ടാ. അവളുടെ ആ വിളി കേട്ടതും സ്ഥലകാലബോധം നഷ്ടപ്പെട്ടവനെപ്പോലെ വിഘ്നേഷ് വീണ്ടും ആ അദ്ദേഹത്തിലേക്ക് ചാഞ്ഞു. അവളുടെ കുഞ്ഞു അധരങ്ങൾ കടിച്ചെടുക്കാൻ ആഞ്ഞതും കള്ളച്ചിരിയോടെ ഉണ്ണിമായ അവനെ പിടിച്ചു തള്ളി. അവളിൽ നിന്ന് ഒട്ടും ചിന്തിക്കാത്ത ഒരു പ്രവൃത്തിയായതുകൊണ്ട് തന്നെ വിഘ്നേഷ് പുറകിലേക്ക് വേച്ചുപോയി. കിട്ടിയ അവസരത്തിൽ അയിഞ്ഞുപോയ സാരിയുടെ മുന്താണി വീശിക്കൊണ്ടവൾ ഓടി. അവളുടെ ഉരുണ്ട കാലുകളിൽ കൊഞ്ചിക്കിടക്കുന്ന പാദസരത്തിൽ ഒന്ന് നോക്കിക്കൊണ്ട് വിഘ്നേഷ് മീശയെ ചൂണ്ടുവിരൽ കൊണ്ടൊന്ന് അമർത്തി തുടച്ചു. ഷേ. മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അവൻ ആ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ് ബാഗെടുത്ത് സുബ്ബലക്ഷ്മി ക്ഷമയോടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ മിഴികൾ ഇടയ്ക്കിടയ്ക്ക് മുകളിലേക്ക് നീളുന്നുണ്ടെങ്കിലും ഒരിക്കൽ പോലും അവർ വിഘ്നേഷിനെയോ ഉണ്ണിമായെയോ വിളിച്ച് ശല്യം ചെയ്തില്ല. അവർ ഒരുമിച്ച് എത്ര നേരമെങ്കിലും ചിലവഴിച്ചോട്ടെ എന്നവർ ആശിച്ചു. അവർ കയ്യിലുള്ള ബാഗിൽ എല്ലാ മരുന്നുകളും എടുത്തിട്ടില്ലയോ എന്ന് ഉറപ്പ് വരുത്തി സിപ്പ് അടച്ചുകൊണ്ട് നോക്കിയതും കണ്ടത് ട്രോളി തള്ളി വരുന്ന വിഘ്നേഷിൻ്റെ പിറകിൽ കരിനീല പട്ടുസാരിയിൽ അതീവ സുന്ദരിയായി വരുന്ന ഉണ്ണിമായയായിരുന്നു. അവൾ അടുത്തു വന്ന് നിന്നതും സുബ്ബലക്ഷ്മി സോഫയിൽ വെച്ച് സ്വർണ്ണപ്പെട്ടി എടുത്തു തുറന്നു. അതിലുണ്ടായിരുന്ന വെള്ളക്കല്ലുകൾ പതിപ്പിച്ച നെക്ലേസ് സുബ്ബലക്ഷ്മി അവളുടെ കഴുത്തിൽ വെച്ച് കൊടുത്തു. ഇത് അവളുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്ക് വിക്കി. മുമ്പ് ക്ഷേത്രത്തിൽ നിന്ന് കാണിച്ച അതേ ആജ്ഞ. പക്ഷെ ഇന്ന് അത് കെട്ടിക്കൊടുക്കുന്നവൻ്റെ മുഖത്ത് സന്തോഷമാണ്. 1000 പൂനിലാവ് തോൽക്കും പ്രസന്നത. തുടരും. അപ്പോൾ അടുത്ത ഭാഗം ഞാൻ അപ്ലോഡ് ചെയ്യാം. പക്ഷെ പെട്ടെന്ന് ആകുമോ എന്നറിയില്ല. നല്ല തൊണ്ടവേദനയുണ്ട്. ശബ്ദം പോയാൽ നിങ്ങൾ കാത്തിരിക്കണം ശബ്ദം തിരിച്ചു വരുന്നവരെ കേട്ടോ.
പാർട്ടുകളുമായി ഞാൻ ഉടനെ വരാം. താങ്ക് യു.